നമ്മളിന്ന് കോർഫുക്കാൻ ബീച്ചിലുള്ള ഇവിടെ അറിയാ ഇത്ര ഒന്നുമില്ല കാണാനുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചെറിയ മഴ ഉണ്ടല്ലേ, മഴ ചെറിയ ചാറ്റൽ മഴ. ബീച്ച് എന്നാ കണ്ടെയ്നർ ഷിപ്പാ? ആ, ഈ കണ്ടെയ്നർ ഷിപ്പ് എന്താ അതിനെ കൊണ്ടുള്ള പെട്ടി ഉണ്ടാവും, അതിൻ്റെ അകത്ത് കുറെ റേസിംഗ് കാർസ് അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അതാ കണ്ടെയ്നർ ഷിപ്പ്. അത് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോകും. അതാ കണ്ടെയ്നർ ഷിപ്പ്. അതിൽ കയറ്റിയിട്ട് വേറെ രാജ്യത്ത് കൊണ്ടുപോകും. അതിൽ ഇങ്ങനത്തെ ഫ്രഞ്ച് മാത്രമായി ബാക്കിൽ മാത്രമായിരിക്കും ഇങ്ങനത്തെ എൻജി ഉണ്ടാവുക, പിന്നെ ഉണ്ടാവില്ല. അതാണ് കണ്ടെയ്നർ പ്രത്യേകത. ശരിയാ കണ്ട ഷിപ്പ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ആണല്ലേ? നീ കുളിക്കുന്നില്ലേ ബീച്ചിൽ? ഞാൻ കുളിക്കുന്നില്ല. എന്താ? അതിന് ഡ്രസ്സ് കഴിച്ചിട്ട് കുളിച്ചാ പോരെ? റെഡ് കുത്തി എന്താ? ഇവിടെ യെലോവും റെഡും ഉണ്ടല്ലോ, രണ്ട് തരം ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കളറുള്ള ഫ്ലാഗ്. ആ ആ അങ്ങണ്ടൊരു സ്പീഡ് ബോട്ട്. ഷാർക്ക്. ഈ കടലിൽ തിര എങ്ങനെ വരുന്ന എന്തുണ്ടായിരിക്കും? വെള്ളം തെറിപ്പിക്കും. അന്നേരം തിരകൾ ഉണ്ടാവും. ഈ തിര അങ്ങനത്തെ അല്ല, ഇത് ഇങ്ങനെ വെള്ളത്തിന് അടിയിന്ന് വരുന്ന തിരയായോണ്ട് ഇത് വേറെ തിരയാ. വാട്ടർ ഇൻസൈഡ് ഞാൻ വിളിക്കാം. നീ വിളിക്കാം? നീ ഇട്ട പേരാ? ഞാനിട്ട പേരാ. എന്തിന്റെ കൂടോ? എവിടെ? തോട്ടയോ? ഹായ് റൂഹി. കുറേ കഴിഞ്ഞിട്ട് വന്നോ? റൂഹി ബീച്ച് ഉണ്ടോ? ബീച്ചിൽ കുളിക്കുന്ന? ബീച്ചിൽ ആരെങ്കിലും എടുക്കും. ബോട്ട് ഞണ്ടിന്റെ എന്നാടാ? അതിന്റെ അടികളും ഇതിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്നെല്ലാം വന്ന് തിരിച്ച് വീട്ടിലെത്തി. ബെഡൊക്കെ റെഡിയാക്കാണ്, ബെഡിൻ്റെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കാണ്. ഈ ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് ഈ ബെഡിൻ്റെ ബെഡ്ഷീറ്റൊന്നും റെഡിയാക്കിയില്ല, അതുകൊണ്ട് റെഡിയാക്കുക. ഇപ്പോൾ റഫാന്
എന്താ പറയുക പഠിക്കുക. ഞാൻ ബെഡൊക്കെ നീക്കി അങ്ങോട്ടൊക്കെ നീക്കി വെച്ച് എന്തായാലും ഇങ്ങനെ ആക്കിയല്ലേ റെഡിയാക്കിയല്ലേ. അപ്പം ഇങ്ങോട്ട് നീക്കി വെച്ച് അങ്ങോട്ട് പോയി നീക്കി വെച്ചാൽ നല്ലോണം ക്ഷീണിച്ചിട്ടാ. അങ്ങോട്ട് പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. എന്നിട്ട് പാത്രം ഉമ്മക്ക് 2 പാത്രം അവിടെ വെച്ച് കൈ കൊടുക്കാണ്ട്. അത് എനിക്ക് നിങ്ങളെ ഉമ്മമാരൊക്കെ ഇങ്ങനെ ഞങ്ങളോട് പാത്രമെല്ലാം കൈ തരാൻ ചോദിക്കലുണ്ടോ? ഇങ്ങനെ പാത്രം കഴിക്കാണ്. അപ്പോൾ അങ്ങനെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ റൂഹി ഒരു മാങ്ങ ഒക്കെ കഴിക്കുക. റൂഹി ഒരു മാംഗോ കഴിക്കുകയാണ്. റൂഹിക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഒറ്റയ്ക്ക് കഴിക്കൂട്ടോ. പിന്നെ ബാക്കിൽ ഞാൻ റഫാനിക്ക് ഒരു ചെറിയ ഡിക്റ്റേഷൻ ഉണ്ടായിട്ട് അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണേ. ഇപ്പോൾ റൂഹിന് മാങ്ങ എടുക്കാൻ നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അവിടെ നല്ല പഠിപ്പിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. റൂഹി തിന്നാ. ഇപ്പം ഞങ്ങളിപ്പോൾ പുറത്ത് ഈത്തപ്പഴം പറിക്കാൻ വന്നിക്കുക. ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീട്ടിൻ്റെ പുറത്ത് നല്ല ഈത്തപ്പഴം പറിച്ചിട്ട് കഴിക്കും. നല്ല തേന് പോലത്തെ ഈത്തപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉമ്മാക്കും അതിൻ്റെ കുറച്ച് പൈക്കാത്തൊരു മഞ്ഞ കളർ ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടം. എന്താ അറിയില്ല, ഉമ്മാക്ക് അതാ ഇഷ്ടം. എനിക്ക് നല്ലോണം പൈത്ത ഒരു നല്ല തേന് പോലത്തെ പൈത്തൊരു ഈത്തപ്പഴം ഉണ്ട്. അതും പിന്നെ ഈ ഈത്തപ്പഴത്തിൻ്റെ പനേൻ്റെ ചെടീൻ്റെ ഇല ഭയങ്കര മുള്ളു പോലെ കേട്ടോ.